بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഖുൽ നബിയെ തങ്ങൾ ദുആ ചെയ്യുക, അഊദു ബിറബ്ബിൻ നാസ്, ജനങ്ങളുടെ രക്ഷിതാവിനെ കൊണ്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. മുഴുവൻ ജനതയുടെയും മനുഷ്യ കുലത്തിന്റെ പ്രഭുവായ അല്ലാഹുവിൽ ഞാൻ കാവൽ ചോദിക്കുന്നു. മലിക്കിൻ നാസ്, ജനങ്ങളുടെ രാജാവായ അല്ലാഹു. ഈ ഭൂമി ലോകത്ത് അധികാരം ഉപയോഗിക്കുന്ന പല രാജാക്കന്മാരുണ്ടെങ്കിലും പല മേലാളന്മാരുണ്ടെങ്കിലും എല്ലാ രാജാക്കന്മാരുടെയും രാജാതിരാജൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇലാഹിന്നാസ്, മുഴുവൻ ജനതയുടെയും യഥാർത്ഥ ആരാധ്യനായ അല്ലാഹുവിനെ കൊണ്ട് ഞാൻ കാവലിനെ ചോദിക്കും. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, ഞാൻ അല്ലാഹുവിനോട് അഭയം തേടുന്നത് ദുർബോധനം ചെയ്യുന്ന പിശാചിന്റെ ദ്രോഹത്തിൽ നിന്നാണ്. അവൻ ഇവിടെ ഉണ്ടാക്കി വെക്കുന്ന നാശത്തിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, അല്ലദീ എങ്ങനെയുള്ള പിശാചാണ്, യുവസ്വിസു അവൻ ദുർബോധനം ചെയ്യും, ഫീ സുദൂരിന്നാസ് മനുഷ്യ മനസ്സുകളിൽ, അവൻ മനുഷ്യ മനസ്സുകളിൽ സംശയങ്ങൾ ജനിപ്പിക്കും. തിന്മയെ വളരെ ഭംഗിയായി അവതരിപ്പിക്കും. സന്മാർഗത്തിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെയുള്ള പിശാചിൽ നിന്നാണ് ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നത്. മിനൽ ജിന്നതി വന്നാസ്, ദുർബോധനം ചെയ്യുന്ന പിശാച് മനുഷ്യവർഗത്തിലുമുണ്ട് ജിന്നുവർഗത്തിലുമുണ്ട്. ഈ രണ്ട് വർഗത്തിലുമുള്ള മുഴുവൻ പിശാചുകളിൽ നിന്നും ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. ഈ സൂറത്തും ഇതിനു മുമ്പുള്ള സൂറത്തുൽ ഫലഖും രണ്ടും അറിയപ്പെടുന്നത് അൽ മുഅവ്വിദതാനി എന്നാണ്. അഥവാ കണ്ണേറ്, സിഹർ, അസൂയ, പിശാച് പോലെയുള്ള മുഴുവൻ ഷർറുകളിൽ നിന്നും അല്ലാഹുവിനോട് കാവൽ ചോദിക്കാൻ വേണ്ടി ഈ രണ്ട് സൂറത്തുകളെയും ഓതണമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഖുർആന് ഹദീസുകളിൽ വന്ന ദിക്റുകളെ കൊണ്ട് മന്ത്രിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മന്ത്രിച്ചിട്ടുണ്ട്, മന്ത്രിക്കാൻ നമ്മോട് പറഞ്ഞിട്ടും ഉണ്ട്. ഈ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന ഈ രണ്ട് സൂറത്തുകൾ വളരെ പ്രധാനപ്പെട്ട മന്ത്രിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സൂറത്തുകളാണ്. ഒരു ഹദീസിൽ കാണാം, ഇഖ്റ ഖുൽ ഹുവല്ലാഹു അഹദ് വൽ മുഅവ്വിദതൈനി ഹീന തുംസി വഹീന തുസ്ബിഹ് ثلاث مرات തക്ഫീക മിൻ കുല്ലി ഷൈ. രാവിലെയും വൈകുന്നേരവും ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്നീ 3 സൂറത്തുകൾ ചൊല്ലുക, പതിവാക്കി ഓതുക. അങ്ങനെ 3 പ്രാവശ്യം
ഈ 3 സൂറത്തുകൾ 2 നേരവും രാവിലെയും വൈകുന്നേരവും ഓതിക്കഴിഞ്ഞാൽ തക്ഫീക മിൻ കുല്ലി ഷൈ, അത് എല്ലാവിധ ബുദ്ധിമുട്ടിൽ നിന്നും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നിന്നെ രക്ഷപ്പെടുത്താൻ ഈ 3 സൂറത്തുകൾ നിനക്ക് മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം. മനുഷ്യ മനസ്സിൽ പിശാച് ഉണ്ടാക്കുന്ന ദുർബോധനം, വസ്വാസ്, അതിൽ നിന്നാണ് നാം അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നത്. മനുഷ്യന്റെ സുരക്ഷയാണ് ഈ സൂറത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അറബിയിൽ മനുഷ്യനിക്ക് നാസ് എന്നാണ് പറയുക. അന്നാസ് എന്ന പദം ഈ സൂറത്തിൽ പലവട്ടം ആവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സൂറത്തു അന്നാസ് എന്ന പേര് ഈ അധ്യായത്തിന് ലഭിച്ചത് തന്നെ. രഹസ്യമായി ഒരു സംസാരം ആവർത്തിക്കുക, അതിനാണ് വസ്വാസ് എന്ന് പറയുന്നത്. ഖന്നാസ് എന്ന് പറഞ്ഞാൽ പിൻവലിയുന്നവൻ എന്നാണ് അർത്ഥം. അള്ളാഹുവിന്റെ വിക്ർ എവിടെ പറയപ്പെടുന്നുവോ അവിടെ നിന്ന് ഉടനെ ശൈത്താൻ പിൻവലിയും. അതുകൊണ്ടാണ് ഖന്നാസ് എന്ന് പിശാചിനെ കുറിച്ച് പറയുന്നത്. മനുഷ്യ മനസ്സ് ദൈവ സ്മരണയിൽ നിന്ന്, അള്ളാഹുവിന്റെ വിക്റിൽ നിന്ന് വിദൂരത്താകുമ്പോഴാണ് ശൈത്താൻ കടന്നുകൂടുന്നത്. ശൈത്താൻ തിന്മയെ ഭംഗിയായി അവതരിപ്പിച്ച് സന്മാർഗത്തിൽ നിന്ന് തെറ്റിക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് നാം ഈ സൂറത്തിൽ മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് എന്ന് നാം ഓതുന്നത്. എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ നിന്റെ ശരീരം, നിന്റെ ദേഹേച്ഛ അത് ചെയ്യുന്നത് വേണ്ട എന്ന് നീ തോന്നിപ്പിക്കുകയാണെങ്കിൽ നീ മനസ്സിലാക്കുക ശൈത്താൻ നിന്നെ സ്വാധീനിച്ചിരിക്കുന്നു. അതല്ലെങ്കിൽ നിന്റെ സുഹൃത്ത് നിന്റെ അടുക്കൽ വന്നുകൊണ്ട് തൽക്കാലം നീ ഇപ്പോൾ ആ നല്ല കാര്യം ചെയ്യണ്ട എന്ന് നിന്നോട് ഉത്ബോധനം ചെയ്യുകയാണെങ്കിൽ നീ മനസ്സിലാക്കുക പിശാച് ആ സുഹൃത്തിന്റെ കോലത്തിൽ വന്നിട്ടാണ് നിന്നെ ദുർബോധനം ചെയ്യുന്നത്. ഈ 2 അവസ്ഥയിലും ഇവിടെ നാം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് മിനൽ ജിന്നതി വന്നാസ്, മനുഷ്യന്മാരും പിശാചിന്റെ വർഗമായ ജിന്നും, ഈ 2ൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു എന്നാണ് ഈ സൂറത്തിൽ നാം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. ഒരു മുതലാളി തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നു. ഒരു രക്ഷിതാവ് തന്റെ കീഴിലുള്ള തന്റെ മക്കളുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നു. ഒരു യജമാനൻ തന്റെ കീഴിലുള്ള അടിമയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. എങ്കിൽ ഈ സൂറത്തിൽ നാം ഉറക്കെ പറയുന്നു, അല്ലാഹ്, നീ ഞങ്ങളുടെ യജമാനനാണ്, നീ ഞങ്ങളുടെ രക്ഷിതാവാണ്, അതുകൊണ്ട് നീ ഞങ്ങളുടെ കാര്യം ഏറ്റെടുക്കണമേ. ഒരു രാജാവിന്റെ ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന്റെ കീഴിലുള്ള മുഴുവൻ പ്രജകൾക്കും സർവ്വരൂപത്തിലുള്ള സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ളത്. നാം അള്ളാഹുവിനോട് പറയുന്നു, അള്ളാഹുവേ, നീ ഞങ്ങളുടെ അധിപനാണ്, നീ ഞങ്ങളുടെ രാജാവാണ്, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള സുരക്ഷിതത്വം നീ ഞങ്ങൾക്ക് നൽകണമേ. പിശാചിന്റെ ഉപദ്രവമടക്കമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ. സാധാരണഗതിയിൽ മനുഷ്യപ്രകൃതിയാണ് വല്ല അക്രമവും വല്ല അനീതിയും സംഭവിച്ചാൽ തന്റെ സംരക്ഷണം ഏറ്റെടുത്ത രക്ഷിതാവിനോട് പരാതി പറയുക എന്നുള്ളത്.
രക്ഷിതാവ് നിസ്സഹായത കാണിച്ചാൽ പിന്നെ അധികാരം കയ്യിലുള്ള പോലീസ്, മന്ത്രിമാർ, രാജാക്കന്മാർ അവരുടെ അടുത്ത് ചെന്നുകൊണ്ട് പരാതി പറയുക എന്നുള്ളത്. അവർക്കും സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മനുഷ്യപ്രകൃതിയാണ് താൻ വിശ്വസിക്കുന്ന ദൈവത്തിനോട് ചോദിക്കുക എന്നുള്ളത്. എങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാം ഈ സൂറത്തിൽ കാണുന്നത്, അല്ലാഹുവേ നീയാണ് എൻ്റെ രക്ഷിതാവ്, അല്ലാഹുവേ നീയാണ് എൻ്റെ രാജാവ്, അല്ലാഹുവേ നീയാണ് എൻ്റെ ദൈവം, എൻ്റെ ഇലാഹ്. അതുകൊണ്ട് ചെറുതും വലുതുമായ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഞാൻ നിന്റെ കാവൽ ചോദിക്കുകയാണ്.